ഹലോ, ഇന്നൊരു പഴം കൊണ്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുറച്ച് പഴം എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പുഴുങ്ങി വരുന്നാൽ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയുമാണ്. അത് രണ്ടും കൂടി ഒരുമിറ്റൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അതിന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇനി നേരെ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം കട്ട്ലേറ്റ് അതിലേക്കൊന്ന് കോട്ട് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പഴം കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും പോയി ഒന്ന് കാണാം. ബൈ.